അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെ കുടുംബപരമായി മാത്രം ബാധിക്കുന്നതല്ല. പ്രശ്നങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ പോക്കിനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിക്കുമോ എന്ന് സംശയിക്കാൻ പാകത്തിനുള്ള വലിയ ഒരു സാമ്രാജ്യത്വ പദ്ധതി, അതും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സാമ്രാജ്യത്വ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ലോകത്തിപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുകൂടാ. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് സയണിസ്റ്റ് ശക്തികൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പദ്ധതികളാണ്. അതുകൊണ്ടാണ് ഇസ്രയേലിന് ഒരു കൃത്യമായ മാപ്പ് അവർ നൽകാതിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്രയേൽ സ്റ്റേറ്റ് നിലനിൽക്കുന്ന പ്രദേശം മാത്രമല്ല, അതിനപ്പുറത്തുള്ള സിറിയൻ പ്രദേശങ്ങൾ, അതിനു മുമ്പായി ജോർഡാൻ, അത് കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വലിയ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്. അത് കേവലം ഒരു രാഷ്ട്രീയ പ്രൊജക്റ്റ് മാത്രമല്ല, അതിന് കൃത്യമായ മതപരമായ അംശങ്ങൾ കൂടിയുണ്ട്. ഈ ഫെബ്രുവരി 26 ഇറാൻ ആക്രമിക്കുന്നതിന് മുന്നോടിയായി നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായ ബിബിളിക്കൽ ഇൻഡിക്കേഷൻസ് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗം വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയോകോണുകളായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ഇവാഞ്ചലിസ്റ്റുകളായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ രണ്ടാം വരവ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പൂർണ്ണമായ പ്രദേശം ജൂതന്മാരായ ആളുകളുടെ കയ്യിൽ വരിക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ യേശുവിൻ്റെ രണ്ടാം വരവ് വന്നു കഴിഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ജൂത ക്രിസ്തീയ ചരിത്രങ്ങൾ അതിനെങ്ങനെ കാണുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ താല്പര്യത്തിൽ രണ്ടു കൂട്ടരും യോജിക്കുന്നതിനാൽ വളരെ കൃത്യമായൊരു പ്രൊജക്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ്, കഴിഞ്ഞ വർഷം നടന്നതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇറാനെതിരിൽ നടന്നിരിക്കുന്ന ആക്രമണം. അതിനാൽ നേരത്തെ റോമാക്കാരുടെ വിജയത്തിൽ സന്തോഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റോമക്കാരുടെ പരാജയത്തിൽ വിഷമിച്ചതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആധിപത്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സമാധാനത്തെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായും തന്നെ ആശങ്കയുടെ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ രണ്ട് നിലപാടെടുക്കാൻ യഥാർത്ഥത്തിൽ അർഹതയില്ല. ഏത് ഭാഗത്താണ് നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ വിശ്വസിച്ചത് ലോകത്ത് ഈ പഴയ കാലമൊക്കെ, കൊളോണിയലിസത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ലോകത്ത് ദേശരാഷ്ട്രങ്ങൾ ഫോം ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ പരമാധികാരമുള്ള റിപ്പബ്ലിക്കുകളാണ്. അതിനാൽ അതിനകത്ത് എന്ത് ചെയ്യണം, അവിടുത്തെ വിഭവങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഓരോ പ്രദേശത്തുള്ള ആളുകൾക്കും തീരുമാനിക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മുഴുവൻ തങ്ങളാണ് തീരുമാനാധികാരമുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സാമ്രാജ്യശക്തി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ ഈ മുസ്ലിം പ്രദേശത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രയേലിനെ സ്ഥാപിച്ചത് എന്നുള്ളത് നമ്മൾക്കറിയാം. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ടല്ലാതെ നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളെ അനലൈസ് ചെയ്യുക സാധ്യമല്ല എന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനാണ്. ഇറാനെതിരിൽ നടന്നിരിക്കുന്ന ആക്രമണം തെറ്റാണ്. ഇത് ലോകത്ത് അരാജകത്വം വളർത്തുന്നു എന്ന് പറയുന്നതിനർത്ഥം നിങ്ങൾ ഇറാൻകാരുടെ വിശ്വാസം അംഗീകരിക്കുന്നു എന്നാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ റോമക്കാരുടെ വിജയത്തിൽ എന്തിനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ പറയുന്നുണ്ട്, അന്ന് വല്ലാതെ ഞങ്ങൾ ആഹ്ലാദിച്ചു എന്ന്. എന്തിനായിരുന്നു അവർ ആഹ്ലാദിക്കുന്നത്? വിശ്വാസം എന്നായതുകൊണ്ടാണോ? അല്ല. തങ്ങളുടെ നിലനിൽപ്പിനും തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇവരുടെ വിജയത്തിനാലാണ് എന്നതിനാലായിരുന്നു. നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്നത് 12 ഷിയാക്കൾ ഉള്ള ഇസ്നാ ആശരികൾ എന്ന് പറയുന്ന ഷിയാക്കളാണ്. ഷിയാക്കളും സുന്നികളും തമ്മിൽ വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു സംശയവും ഒരാളെ സംബന്ധിച്ചും ഉണ്ടാവേണ്ടതില്ല. അഖീദാപരമായി പ്രശ്നങ്ങളുണ്ട്. കാരണം ഷിയാക്കളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഖുർആൻ കഴിഞ്ഞാൽ ഇമാമത്ത് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ്. തെറ്റുപറ്റാത്ത ഓരോ കാലത്തും ഉണ്ടാകുന്ന ഓരോ ഇമാമാണ് ഖുർആൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സുന്നികൾ എന്ന് ജനറലി നമ്മൾ പറയുന്ന നമ്മെപ്പോലെയുള്ള സമൂഹങ്ങളിൽ അങ്ങനെയല്ല. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നൊക്കെ പറയുന്ന ഓരോ കാലത്തും ഏതെങ്കിലും ഒരു പണ്ഡിതൻ തീരുമാനിക്കുന്നിടത്തല്ല, മറിച്ച് ഖുർആനെയും ഹദീസിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഇജ്തിഹാദ് നടത്തി തീരുമാനിക്കുന്ന ദീനുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ടാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ചര്യയെ മുൻനിർത്തി ആ കാലത്തുള്ള മുസ്ലിം കൂട്ടായ്മകളിലെ പണ്ഡിതന്മാർ എടുക്കുന്ന തീരുമാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. അതിനാൽ വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു വ്യത്യാസമുണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം അവർ കാഫറുകളാണ് എന്നാണ്. സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു പദമാണ് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് പറയാനുള്ളത്, കാഫറുകളാക്കുക എന്നുള്ളത്. സാധാരണ നമ്മളുടെ ഒരു ടെർമിനോളജിയിൽ നമ്മൾ പറയും അവർ പിഴച്ചവരാണ്. ആ പറയുന്നതിനർത്ഥം അവർ നരകാവകാശികളാണ് എന്നല്ല. കാരണം ആളുകളുടെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അവകാശമില്ല എന്നത് മാത്രമല്ല, ഷിയാക്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായ കാഫറുകളാണ് എന്ന ഒരു സ്റ്റാൻഡ് മുസ്ലിം സമൂഹം ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലാല് മുളില് പോലുള്ള പദങ്ങളൊക്കെ പിഴവിലാണ് എന്ന് പറയും. അവരുടെ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലെ കാര്യം. പക്ഷേ ഈ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കെ തന്നെ ലാർജർ മുസ്ലിം ഫ്രെയിമിനകത്താണ്, ഇസ്ലാം എന്ന് പറയുന്ന വലിയ എടുപ്പിനകത്താണ് അവരുടെയും സ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അവരിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ വിശുദ്ധ ഹറമിൽ, നമ്മൾക്കറിയാം ഖാദിമുൽ ഹറമൈനി ഷരീഫൈ എന്നാണ് സൗദിയിലെ ഭരണാധികാരികളുടെ ടൈറ്റിൽ പേരായി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ വൃത്തിയുള്ള രീതിയിൽ, മനോഹരമായ രീതിയിൽ ഹറമിൻ്റെ സംരക്ഷണം നടത്തി വരുന്ന അവർ എങ്ങനെയാണ് മുസ്ലിം അല്ലാത്ത ഒരു കൂട്ടരെ അവരുടെ ഹജ്ജിന് അനുവദിക്കുക? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ ലളിതമായ യുക്തി നിങ്ങളോട് പറഞ്ഞതാണ്. അത് സംഭവിക്കുന്നു എന്നതിനർത്ഥം പിഴവുകളുണ്ട് എന്നതോടൊപ്പം തന്നെ അവരെ ലാർജർ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ നമ്മളുടെ മതപരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റുകളിൽ നിന്നുകൊണ്ട് കാണാൻ നമ്മളൊരിക്കലും ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇറാൻ ആക്രമിക്കുമ്പോൾ അവർ ഷിയ രാഷ്ട്രമാണ്. ഷിയാക്കൾക്ക് അഖീദയിൽ പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടുന്ന സന്ദർഭമല്ല. ആ പറയുന്നതിനർത്ഥം ഞാൻ ആവർത്തിക്കുന്നു, അഖീദയിൽ പ്രശ്നമില്ല എന്നല്ല. പക്ഷേ ശത്രുക്കളായ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ശത്രു ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള മുഴുവൻ മുസ്ലിം ലോകത്തെയും അടിമകളാക്കണമെന്നുള്ളൊരു പ്രൊജക്റ്റുമായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ലോകവും, മുസ്ലിം ലോകം മാത്രമല്ല, തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്നവർ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 140 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എണ്ണ വാങ്ങാൻ ഞങ്ങൾ സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം വിരോധം ലോകത്തെ എവിടേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രം ആലോചിക്കേണ്ടുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശത്രുക്കളായ ആളുകൾ എന്ത് ചെയ്യും? അവർ പരസ്പരമുള്ള ഭിന്നതകളെക്കുറിച്ച് പറയാൻ ശ്രമിക്കും. ഇറാൻ്റെ ചരിത്രം നമുക്കറിയാം. ഇറാൻ ഒരു സുന്നി ഭൂരിപക്ഷ മേഖലയായിരുന്നു. 15ഉം 16ഉം നൂറ്റാണ്ടുകളിലാണെന്ന് തോന്നുന്നു സഫാവി ഭരണകൂടം, അവിടെ ഷിയ ഭരണകൂടം വന്നതിന് ശേഷമാണ് അവിടെ ധാരാളക്കണക്കിന് സുന്നികളെ പുറത്താക്കി സ്ഥാപിക്കപ്പെട്ടത് തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ഷിയ ഭൂരിപക്ഷ സ്വഭാവം. പക്ഷേ ചരിത്രത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതുപോലുള്ള സംഗതികളെ മുഴുവൻ നമ്മൾ എടുത്ത് അതിൻ്റെ പുണ്ണ് മാന്തി വീണ്ടും മുറിയാക്കി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ സഫാവിദ് എന്ന് പറയുന്ന ഷിയ രാഷ്ട്രം അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സുന്നി സാമ്രാജ്യമായിരുന്ന ഒട്ടോമൻ ഖലീഫമാർക്കെതിരിൽ അവർ ധാരാളം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഇപ്പോൾ നമ്മൾ സഹായിച്ചുകൂടാ, അവരോട് നമ്മളുടെ ഐക്യദാർഢ്യമുണ്ടായിക്കൂടാ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം സുന്നികളായ വിഭാഗങ്ങൾ തന്നെ ഒട്ടോമൻ ഖലീഫമാർക്കെതിരിൽ നിരന്തരമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർ കാഫറുകളാണ് എന്ന് സുന്നികളായ ആളുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറാന് ശേഷം ഇനി തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ അവരാക്രമിക്കാൻ പോകുമ്പോൾ തുർക്കികളായ ആളുകൾ മുമ്പ് ഒട്ടോമൻകാരുടെ ബാക്കിയാണ്, അന്നവരെ കാഫിറായിട്ട് അന്ന് കഴിഞ്ഞു പോയ ചില പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെയും ഇങ്ങനെ തന്നെ സ്വീകരിക്കാനാണോ നമ്മൾ തീരുമാനിക്കുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നത് വീണ്ടും, ജിയോ പൊളിറ്റിക്കലായ സംഗതികളെ നമ്മുടെ മതപരമായ മുസ്ലിം, കാഫിർ, ഹറാം, ഹലാൽ എന്ന സംഗതികളിൽ നിന്നുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റായി പറയുന്ന വിധം വ്യക്തമല്ല കാര്യങ്ങൾ. വളരെ കൺഫ്യൂസ്ഡാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പോളിസി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്, അത് ദൈവികമാണ്, അതിൽ പിഴവുകളുണ്ടാകില്ല, അതിൽ തെറ്റുകളുണ്ടാകില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഭൗമരാഷ്ട്രീയം എന്ന് പറയുന്നത്, ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്മാർ ഉണ്ടാക്കുന്നതാണ്. അതിൽ തെറ്റുകൾ പറ്റാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ തെറ്റുകൾ പറ്റും.
അതെല്ലാ കാലത്തും ഏക ശരിയായി മാത്രം ജിയോ പൊളിറ്റിക്സിൽ ഒരു നിലപാടുണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. മറിച്ച് ഓരോ മുസ്ലിം സമൂഹങ്ങളും, പ്രത്യേകിച്ചും രാജ്യങ്ങൾക്കകത്തുള്ള നമ്മളെപ്പോലുള്ള മുസ്ലിം സമൂഹങ്ങൾ ആലോചിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ, ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്നാണ്. സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് ഈ വിഷയത്തിലൊരു നിലപാടുണ്ടാകും. ഭരണകൂടം ചെയ്യുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ഭരണകൂടങ്ങൾ ചെയ്യുന്ന എന്ത് നിലപാടുകളെയും അവരെ ചോദ്യം ചെയ്യാതെ, ഒരിക്കലും പരസ്യമായി ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് വേണ്ടത്. അത് തങ്ങളുടെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന, ഫത്വ നൽകുന്ന പണ്ഡിതന്മാർ അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ന്യായങ്ങളുണ്ടാവും. കാരണം ആ രാജ്യത്തിൻ്റെ സുരക്ഷ, ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഒരുപക്ഷെ അതിലാണ്. പക്ഷേ അതുതന്നെയാണ് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തുമുള്ള മുസ്ലിങ്ങളുടെ നിലപാട് എന്ന് സ്വീകരിക്കാൻ പോകുന്നിടത്ത് ഞാൻ പറയുന്നത് ജിയോ പൊളിറ്റിക്സിനെ നമ്മൾ പലപ്പോഴും ദീനായി തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ട്രിനൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അഖീദയിലൊക്കെ ഡിഫറൻസ് ഉള്ള ആളുകളെ തന്നെ മുസ്ലിം സമൂഹത്തിനുള്ളിൽ പൊറുപ്പിക്കുന്ന അങ്ങേയറ്റത്തെ സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനുള്ളത്. അത് നമ്മൾ മറന്നുകൂടാ. അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ തുടക്കം മുതൽക്ക് തന്നെയുണ്ട്. നിങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കാലം മുതലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അശ്അരികളും സലഫികളുമായ ആളുകൾ തമ്മിൽ, അന്ന് ഹംബലികൾ എന്നാണ് അന്ന് പറയുക, അശ്അരികളും സൂഫികളുമായ ആളുകൾ തമ്മിൽ, സൂഫികളും സലഫികളുമായ ആളുകൾ തമ്മിൽ ചരിത്രത്തിൽ നിരന്തരമായ സംഘർഷങ്ങൾ ആശയപരമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായി അവരെ ഇല്ലാതാക്കാൻ, ഭൗതികമായി അവരെ ഇല്ലാതാക്കുന്ന ഒരു പാരമ്പര്യം വളരെ അപൂർവമായി മാത്രമാണ് മുസ്ലിം സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതേസമയം പടിഞ്ഞാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം തങ്ങളുടെ വിശ്വാസധാരയല്ലാതെ മറ്റൊരാളെയും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളാണത്. അതുകൊണ്ടാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റുകളും തമ്മിൽ, അവരും ലൂതറൻസും തമ്മിൽ ഒക്കെ നിരന്തരമായ യുദ്ധങ്ങൾ, 100-100 കൊല്ലം നീണ്ട യുദ്ധങ്ങൾ നടന്നത്. മുസ്ലിം ചരിത്രത്തിൽ അങ്ങനെയൊരു യുദ്ധം ഒറ്റപ്പെട്ട അപവാദങ്ങളല്ലാതെ ഈ സെക്റ്റിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടന്നതായി കാണാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ പ്രസംഗങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വെച്ച് നമ്മളിൽ സുന്നി ഷിയ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിയണം. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിനയമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കസ്റ്റോഡിയൻസായി ഒരാളെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളറിയണം. നമ്മളുടെ വിവരങ്ങൾ പരിമിതമാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ലളിതമായ 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഏതാണ് അഖീദയിലെ നിങ്ങളുടെ മദ്ഹബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന എത്ര പേരുണ്ടാകും നമ്മുടെ ഈ സംഗതികൾ കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ? അത് അശ്അരിയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? സിഫത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. അതെന്താണ് എന്ന് ആർക്കാണ് അറിയുക? ഇവയൊന്നും അറിയാതെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വം എന്ന് വിചാരിച്ച്, പ്രവാചകനാണ് എൻ്റെ മാതൃക എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആത്മീയങ്ങളായ സകല ആളുകളും അറിയേണ്ടുന്ന ഒരു കാര്യമാവണമെന്നില്ല അത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മൾക്ക് ലഭ്യമായ വിവരങ്ങൾ പരിമിതമാണ്. നമ്മൾ നോക്കുമ്പോൾ സുന്നി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാർത്ത മാതൃകയാണ്. ഇത് ഷിയാക്കൾ സുന്നികളെ കാണുമ്പോൾ, സുന്നികൾ ഷിയാക്കളെ കാണുമ്പോഴും ഒരൊറ്റ ഗ്രൂപ്പാണ്. അങ്ങനെ അല്ല എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ഈ വ്യത്യാസങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ശത്രു എടുത്തു തരുന്ന ചാപ്പകളെടുത്ത് സ്വന്തക്കാരൻ്റെ മുകളിൽ പതിച്ച് അവനെ വേട്ടയാടാനുള്ള ശ്രമത്തിൽ ഭാഗവാക്കായ ആളുകൾ എന്നുള്ള ഒരവസ്ഥ, ഒരു ദയനീയാവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതിനാൽ ഓരോരുത്തരും അവർക്ക് ലഭ്യമായ വിവരങ്ങൾ, ഈ വിവരം തന്നെ പൂർണ്ണമാണോ എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനകളിൽ വേണം ഉണ്ടാകാൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ വികസന ശ്രമങ്ങൾ അങ്ങേയറ്റത്തെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിയും. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സിറ്റുവേഷൻ കുറേ കൂടിയൊക്കെ മാറുന്ന സമയത്ത് അഖീദാപരമായ പ്രശ്നങ്ങൾ ഗൗരവതരമല്ല എന്നല്ല, ഗൗരവം തന്നെയാണ്. പക്ഷെ അത് ചർച്ച ചെയ്യേണ്ടത് അവിടെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് വെക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യങ്ങളാണ് അതുവഴി നിർവഹിക്കപ്പെടുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന മാതൃക, മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം ലഹു മാലന വഅലൈഹി മാ അലൈന. ആര് നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നുവോ, നമ്മുടെ ഖിബ്ലക്കാർ മുന്നിടുന്നുവോ, നമ്മളറുത്തത് ആര് കഴിക്കുന്നുവോ അവനാണ് മുസ്ലിം.
അവന് നമുക്കുള്ള മുഴുവൻ അവകാശങ്ങളുമുണ്ട്, നമുക്കുള്ള മുഴുവൻ ബാധ്യതകളും അവനുണ്ട്. ബുഖാരിയുടെ ഹദീസാണ് ഇത്. നമ്മൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഫ്രെയിമായി സ്വീകരിക്കാവുന്നതാണ്.